ഒരു കാര്യം ഞാൻ പറയാം, മുത്തശ്ശി പറയണത് കേട്ട് അങ്ങോട്ട് ജീവിക്കാം കേട്ടോ. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇല്ലത്ത് അങ്ങോട്ട് ജനിക്കണോന്നുള്ളത്. ഇല്ലത്ത് ജനിക്കാൻ പറ്റാത്തതുണ്ട്. ഇല്ലത്തിന്റെ വേഷമായിട്ട് ഞാൻ ഇങ്ങോട്ട് നല്ല വേഷം നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട്. നാട്ടുകാരെ എന്താ പറയണേ അറിയോ? എന്ത് പഴയ കാലഘട്ടത്തിലാണ് നിന്റെ അമ്മമ്മ ജീവിക്കണം. അമ്മമ്മ നോക്കേ, ഞാനൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് എന്ത് സുന്ദരമായിട്ട് നടക്കണം. അമ്മമ്മക്ക് ഇങ്ങനെ നടന്നൂടെ? എനിക്ക് നിങ്ങളത്ര പരിഷ്കാരം അങ്ങോട്ട് വേണ്ടു കുട്ടിയെ. നീ നിന്റെ കാര്യം അങ്ങോട്ട് നോക്കാം. അമ്മമ്മേ, ഞങ്ങള് കോളേജിൽ നിന്ന് ടൂർ പോവാട്ടോ. എവിടാ പോണേ? കൊടൈക്കനാല്. കൊടൈക്കനാലാണ് പോണെങ്കി ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ ഭയങ്കര തണുപ്പാ. തണുപ്പ് മുത്തശ്ശിക്ക് കുഴപ്പമില്ല ഉണ്ണിയല്ലേ? തണുപ്പ് കുഴപ്പമില്ലാത്രേ. ഞാൻ അടുക്കളയില് ഫ്രിഡ്ജ് പറഞ്ഞാ മുറിക്കകത്തിരുന്ന കിടകിടാന്ന് പല്ല് കിടക്കണ ഒച്ച എനിക്ക് അടുക്കള നിന്നാ കേക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇക്കാരമേ പറയത്തുള്ളൂ, ധിക്കാരമേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ തോപ്പിക്കാൻ ആർക്കൊട്ടും പറ്റത്തില്ല. ഈ ആഞ്ഞിലിക്കുരി തറവാട്ടിലെ പ്രഭാവതിക്ക് ഒരു അന്തസിംഗടി ഉണ്ട്. ഒരു ആഞ്ഞിലിക്കുരി തറവാട് നാണക്കേടാ. എവിടെയും പോയി അഡ്രസ് ചെയ്തുമ്പോ ആഞ്ഞിലിക്കുരി തറവാട് എന്തൊരു നാണക്കേടാന്നറിയോ? അതിനൊരു കഥയുണ്ട്. ഞങ്ങളുടെ തറവാടിന്റെ മുറ്റത്തൊരു ആഞ്ഞിലിയുടെ മരം ഉണ്ടായിരുന്നു. അതിന്റെ കുരു തിന്നാ നമ്മുടെ വിശപ്പ് അങ്ങടെ അടക്കിയിരുന്ന അറിയാമോ? അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാ നമ്മൾ ആഞ്ഞിലിക്കുഞ്ഞ് തറവാടെന്ന് ഇട്ടിരിക്കണേ. അയ്യോ ഭഗവാനെ, പഴമൊന്നും തിന്നാഞ്ഞ ഭാഗ്യം ഇല്ലേ. പഴം മെഴുകി തറവാടെന്ന് പറഞ്ഞേ. അമ്മമ്മ ഇത്ര ദേഷ്യപ്പെടണേ എന്തിനാ? അമ്മമ്മക്ക് നല്ല ആയുസ് ആരോഗ്യം കിട്ടാൻ വേണ്ടിട്ടല്ലേ ഞാൻ എന്ന് ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം നേദിച്ചോണ്ടോന്ന് തരണേ. ആ പാൽപ്പായസം കുടിച്ച് ഷുഗർ ഇപ്പൊ 42 ആയിരിക്കും. എനിക്ക് തോന്നണത് ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്നെ അങ്ങോട്ട് മേലോട്ട് അങ്ങോട്ട് എടുക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മമ്മക്ക് അപ്പടി പ്രശ്നം. ഞാൻ പോവാ ഇവിടുന്ന്. അങ്ങനെയൊന്നും ഈ പ്രഭാവതിയെ തോപ്പിക്കാൻ ആർക്കും അങ്ങോട്ട് കഴിയില്ല. എല്ലാം എന്റെ ദൈവത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം മാറില നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ ഗുരുവായൂരപ്പാ നിന്റെ രഹസ്യം, ഗുരുവായൂരപ്പാ നിൻ രഹസ്യം. ഒരു രഹസ്യം അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കല്ലേ, അതിന്റെക്ക് ഇങ്ങനെ തോണ്ടാൻ പാടുണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കണേ? ഒന്നും ഇങ്ങോട്ട് നിശ്ചയില്ല. ആരോ ഇങ്ങോട്ട് വരണു പോണു. പ്രായം കുറെ ആയതല്ലേ, ചിന്തകൾ മാറി വരും. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം മാറിലണിയും നിന്റെ മന്ദസ്മിതത്തിൽ ആരാ? പറഞ്ഞിട്ട് പോ. ഇതെന്താ ഇവിടെ സംഭവമേ? ഒന്നും നിശ്ചയില്ല. ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കണു, ആരോ ഇങ്ങോട്ട് വരണു, ആരോ അങ്ങോട്ട് പോണു.